Hi everyone, very welcome to Dublin Dollar World YouTube channel. So this is Joshua Lewis from Dublin, and I welcome you all for today's episode of the video. So today I'm going to make a bit of cooking, and I'm planning to do a bit of other activities also. So like it's on the way to recording, and definitely going to enjoy the video. I just want you all to subscribe my channel if you're watching for the very first time. This is a channel regarding food, pilgrimage, and travel indeed. It's like a very rainy day, like last night it's like a fully raining, and I hope it's going to slow down when I go to church. Actually today I need to go to church because I haven't been to church for the last couple of days. So today I'm planning to go to church at 10 o'clock mass. That's sort of like starting cooking a bit early today. So I'm just going to make a bit of egg curry and everything. So just going to show you like what I'm going to cook. I'm going to cook a bit of rice, egg curry, plus some burritos and stuff like that. So that's what the days are there. Okay, so just by myself here today. Everyone is just gone for holiday and everything. No chats are not, no one is here at the moment. No dogs, no cats or anything. It's for myself. So hope you're gonna enjoy it actually. So if you're watching, enjoy and please subscribe and support me. Alright, so this is introduction. So ഇന്നത്തെ ദിവസത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഗ്ഗിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ രണ്ട് വലിയൊരു സവോള ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ഫീൽ ചെയ്തെടുക്കാം. ഈ കുഞ്ഞ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം കുക്കിംഗ് ചെയ്ത് വെച്ചേക്കാൻ പിന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകണമെങ്കിലോ ഒക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പം കുക്കിംഗ് രാവിലെ തന്നെ ചെയ്തിരിക്കാമെന്ന് വെച്ചു. 6 മണി ആയതുള്ളൂ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ എണിച്ചതേ ഉള്ളൂ. നേരത്തെ എണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് നേരത്തെ ഇന്ന് ജോലിയില്ല. ഇന്നലെ ഇന്ന് ഓഫാണ്. അപ്പം ഇനി നാളെ വൈകിട്ട് ജോലിക്ക് കഴിയും. ബുധനും വ്യാഴവും വെള്ളി പിന്നെ ശനി ഞായറാണ് ഓഫ് വരുന്നത്. അങ്ങനെയാണ്. ഇനി 3 ദിവസത്തെ ജോലിയാണ് വരുന്നത്. അങ്ങനെ പോകുന്നു. എന്താണ് നാട്ടിലെല്ലാം സുഖമായിട്ട് വിശ്വസിക്കുകയാണ്. നാട്ടിൽ മഴ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഇടിമിന്നലൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടു. അങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ക്രിസ്മസിന് അടുക്കുകയാണല്ലേ. ഇവിടെയും ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റിലൊക്കെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിൽ ഞാൻ അത്ര കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ ഇനി പോകുന്നുണ്ട്. സൺഡേ സാറ്റർഡേ ലീവ് കിട്ടുന്ന സമയത്ത് സിറ്റിയിൽ നൈറ്റ് സമയത്ത് പോകണം. എന്നാലും നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മാർലി പാർക്ക് എന്ന് പറഞ്ഞ ഡബ്ലിൻ ഒരു പാർക്കിൽ അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്. ഡബ്ലിൻ കാസിൽ അങ്ങനെ കുറേ സ്ഥലങ്ങൾ അത്യാവശ്യം ക്രിസ്മസ് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കാണണം. പോലെയൊക്കെ ഒത്തിരി വ്യൂസ് നമുക്ക് ആയിട്ടില്ല, കുഴപ്പമില്ല. It definitely takes time. We can't do everything like in a moment. It's not going to be a very easy job, yeah? So do what? അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. സാധനം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം എടുക്കുന്നതായി വരാൻ വേണ്ടി 5-6 മുട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കറി വെച്ച് വെച്ചേക്കാൻ പിന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്ഥിരം ബാസ്മതിയുടെ റൈസ് കണ്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പം ബാസ്മതിയുടെ റൈസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ബാസ്മതി റൈസാണ് കഴിക്കാറ്. അപ്പം നമുക്കൊന്ന് ശരിക്കും കുക്ക് ചെയ്തെടുത്ത് സെറ്റപ്പാക്കി നേരെ റൈസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സെറ്റപ്പാക്കി ഒരു ഡൈസ് ചെയ്ത് അടിപൊളിയാക്കണം. നമ്മുടെ ബാസ്മതി റൈസ് തന്നെ കുക്ക് ചെയ്യാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാരണം നമുക്കത് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് കാര്യങ്ങളൊക്കെ ആക്കി കിട്ടും. നല്ല ശരീരത്തിന് നല്ലതാണ് തോന്നുന്നു. പക്ഷേ എങ്കിൽ കൂടിയും വേറെ മാറുന്നില്ല. പിന്നെ ഇവിടെ ചുവന്നരിക്ക് മേടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത പൈസയാണ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, ചുവന്നരിക്ക് എല്ലാ ദിവസം മേടിച്ച് കഴിയാന്നുള്ള സ്ഥിരമായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറില്ല. പിന്നെ നമുക്ക് സമയമാണ് ഏറ്റവും വലിയ കാര്യം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാം, പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാസ്മതി റൈസ് മോസ്റ്റ്ലി കുക്ക് ചെയ്യുന്നത്. ബിരിയാണിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ മോസ്റ്റ്ലി ഇതാണ് ചോറിനാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും ചോറ് ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്ന ദിവസം എപ്പോഴും ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ടെസ്കോയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതിന് വില കുറവാണ്. ഒത്തിരി പൈസ കുറവാണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് പൈസ കുറവാണ്. അപ്പം മേടിക്കുമ്പോൾ ഒന്നിച്ച് കുറേയൊക്കെ മേടിച്ച് കഴിയും. അത്യാവശ്യം എപ്പോഴൊക്കെയാണ് ഉണ്ടാക്കേണ്ടതനുസരിച്ച് ഉണ്ടാക്കാറാണ് പറഞ്ഞത്. കയ്യിലൊക്കെ പിടിച്ചറിയുമ്പോൾ ഞാനവിടെ സത്യം പറഞ്ഞാൽ ചോപ്പിംഗ് ബോർഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞെടുക്കും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് അറിയാനും പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഇതിന് ഇവിടുത്തെ ഈ സവോളയ്ക്ക് ഭയങ്കര കട്ട. മീൻസ് നമ്മൾ അരിയണ താമസം നമ്മുടെ കണ്ണിക്കൂടെ ഒടുക്കത്തെ വെള്ളം തരില്ല. ഭയങ്കര കെട്ടുകെട്ടായിരിക്കും കുറഞ്ഞ. ഇവിടുത്തെ സവോളയുടെ പ്രത്യേകതയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ
ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ വേഗം അരിഞ്ഞെടുക്കാം. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ. കറിവേപ്പില ആക്ച്വലി കറിവേപ്പില ഞാൻ മേടിച്ചിട്ട് കുറേ നാളായി. ഇപ്പം എല്ലാം തീർന്നു. കറിവേപ്പില ഇല്ലാതെ ഉണ്ടാക്കുന്നത്. പക്ഷെ മല്ലിയിലുണ്ട്. മല്ലിയില കൂടെ വേണമെങ്കിൽ ഇടാം. പിന്നെ നോക്കാം. 2 സവാള നമുക്ക് ശരിക്കും നന്നായിട്ട് കറി കൂടുതലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ കുറച്ച് ഇരുന്നോളൂ. നമുക്ക് 2 ദിവസത്തേക്ക് ഉപയോഗിക്കാം. പിന്നെ 2 ദിവസത്തേക്ക് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ക്യാബേജ് തോരണോ എന്തെങ്കിലും ചാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ക്യാബേജ് തോരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ചിക്കനൊക്കെ ഇന്നലെ ഞാനൊക്കെ അടിപ്പിക്കുന്നത് കൂട്ടി. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമുള്ള നമ്മുടെ സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ക്യാപ്സിക്കം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇച്ചിരി എന്താ പറയുക ഉരുളക്കിഴങ്ങോടെ ചെറിയ ഉരുളക്കിഴങ്ങോടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്രേവി ആക്കിയതിന് ആക്കാൻ നോക്കാം. ഇവിടെ നമ്മുടെ ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുട്ട ഏകദേശം വെന്തിട്ടുണ്ട്, അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് സെറ്റപ്പാക്കി എടുക്കാം. ഇതിനകത്തേക്ക് ഞാനിപ്പം സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകില്ലാത്തത് ഞാൻ പറയുന്നില്ല, ക്യാപ്സിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഒന്ന് വെന്ത് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് കുക്കാവാൻ വേണ്ടി. എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. സാധാരണ ഞാൻ കറിവേപ്പിലൊക്കെ മേടിക്കുന്ന, പക്ഷേ ഒന്നാമത്തെ ഇച്ചിരി ദൂരം പോകണം കറിവേപ്പില കിട്ടണമെന്നുണ്ടെങ്കിൽ. തന്നെയല്ല ഇവിടുത്തെ വിലയാണ്, അതുകൊണ്ട് പറഞ്ഞാൽ മേടിക്കാതെ. സ്റ്റോക്ക് എടുത്ത് ഞാൻ സാധാരണ കറിവേപ്പില മേടിച്ചിട്ട് ഇവിടെ സ്റ്റോക്ക് എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണമായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. കറിവേപ്പില ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കില്ല അല്ലെങ്കിൽ ഇറങ്ങില്ലാന്നോ ഒന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതാണ് കാര്യം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ മേടിച്ചുണ്ടാക്കാൻ നടന്ന കാര്യമില്ല. സാധാരണ മൊത്തം കേരള ഫുഡിൻ്റെ കുക്കിങ് കുറച്ച് നിർത്തിയേക്കുവാണ്. ഒരുപാട് എക്സ്പെൻസാണ്. നമുക്ക് കേരള ഫുഡ് മേടിച്ച് സ്ഥിരമായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല. പറ്റുമ്പോഴൊക്കെ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലോ ഒക്കെയാണ് നമ്മൾ കേരള ഫുഡ് കുക്ക് ചെയ്യാറുള്ളത്. ഇത് നായി വരട്ടെ. മുട്ട നമുക്ക് വെള്ളത്തിൽ അപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും സിറപ്പായി വരണമെങ്കിൽ. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ചെറിയ ടൊമാറ്റോ ഉണ്ട്. ആ ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. പ്യൂരെ ഇരിപ്പുണ്ട്. ഏതാണോ ഏതിടുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല മഴയുടെ സമയമാണ്. ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡ് ആക്ച്വലി. ഇപ്പം പുറത്ത് നല്ല മഴയാണെന്ന് തോന്നുന്നു. മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പം ചാറ്റൽ മഴയേ ഉള്ളൂ, പക്ഷെ എന്നാലും മഴയ്ക്കുള്ള നല്ല ഇത് കാണുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ കിടക്കുന്നത് നല്ല തണുപ്പാണ്. ഇവിടെ കഞ്ഞി തടക്കിടാൻ വേണ്ടി പ്രത്യേകിച്ച് വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തുളപ്പാത്രം ഇല്ലാത്തതുകൊണ്ടോ ഞാൻ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഈ രീതിയിലാണ് ഞാനിവിടെ കഞ്ഞിയുടെ വെള്ളം ഊറ്റാൻ വേണ്ടി വയ്ക്കുന്നത് കേട്ടോ. ഫണ്ണിയല്ലേ? അപ്പോൾ ഏകദേശം അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം വേണ്ട പൊടികൾ കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കൂടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഉള്ളിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞൊരു പരുവാകുമ്പോഴാണ് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് വേവേണ്ട ആവശ്യമാണ്. അത്രയും കറി റെഡിയായി കഴിഞ്ഞു. നമുക്ക് മുടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവും. എന്തായാലും ഇതുമായി ഇത്രയായി. ഒരു കട്ടൻ ചായ, ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചേക്കണം. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാല് തീർന്നു പോയി, അതുകൊണ്ട് ചായ കുടിക്കാൻ മറ്റേ പാലൊഴിച്ചുള്ള കുടിക്കണല്ലോ, സാധാരണ ഉള്ള കട്ടൻ കാപ്പി കുടിക്കുന്നത്.
അപ്പോൾ രാവിലത്തെ നമുക്ക് ചായ കൂടി മുട്ടക്കറി കൂടിയാണ് കേട്ടോ. മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി നമ്മുടെ ഒരു എന്താ പറയുക പാസ്ത ബ്രെഡ് പോലത്തെ ഒരു ബ്രെഡ് ഉണ്ട്. ആ ബ്രെഡും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു കട്ടൻ ചായ, നമ്മുടെ സാധാ ചായ. അയ്യോ തണുക്കുന്നേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒന്ന് റിയൽ വിൻ്ററിൻ്റെ ആ ഒരു ഫീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. പള്ളി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങ് പോരുന്ന വഴിയാണ്.